ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ ഒരു കൊച്ചു പയ്യൻ പള്ളിയിൽ നിന്ന് കാണിക്കിടനെ ഇടാൻ വേണ്ടിയൊക്കെ ആഹ്വാനം ചെയ്യുന്നത് കണ്ടു. പിന്നെ ഒന്ന് രണ്ടരൊക്കെ കൊച്ചു പയ്യന്മാർ സാറ്റലൈറ്റ് ഇടിക്കുന്നു, പ്രവചനം, ഇങ്ങനെയൊക്കെ എല്ലാം അതിനെയൊക്കെ ട്രോളിയും വിമർശിച്ചൊക്കെ പല വീഡിയോകൾ കണ്ടു. പക്ഷേ എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം, ഈ മുൻനടന്നവർ, നയിക്കേണ്ടവർ, ഉരുവാക്കേണ്ടവർ, ഇവരൊക്കെ നമുക്കറിയാം. പണ്ടൊക്കെ പുതുശിഷ്യനരുത് എന്നൊക്കെ പറഞ്ഞ ഡിസേബിൾഷിപ്പ്, ശിഷ്യത്വത്തിലൊക്കെ അപ്പച്ചന്മാരൊക്കെ ഉരുവാക്കി അവരൊക്കെ ഏത് പ്രതികൂലങ്ങളിലും എവിടെ എങ്ങനെയൊക്കെ നിൽക്കണം, പ്രസംഗിക്കണം, പറയണം, കല്യാണ വീട്ടിലും മരണ വീട്ടിലും എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും, ഇതൊക്കെ എല്ലാം ഒരു പക്വതയും ഞാനും ഒരു ഇരുത്തം പ്രാപിച്ച ഒരു ആത്മീയത അവരൊക്കെ നേടാറുണ്ട്. പക്ഷേ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ റിസോർട്ട്, ഫയർ കോൺഫറൻസ് മുറിക്കകത്ത് പൂട്ടിയിട്ട് 10 ദിവസം മ്യൂസിക്കും സൗണ്ടും കേട്ടൊക്കെ ഒരു ലെവലായിട്ട് പുറത്ത് വന്ന ആ ഒരു ഹലൂസിനേഷൻ ഇതിനെ നിലനിർത്തി ഇവന്മാരൊക്കെ കൊച്ചു പയ്യന്മാരൊക്കെ സ്റ്റേജിൽ കയറാറുണ്ട്. ഉപയോഗിക്കൂ നാദാർ. എന്തിനാണ് ഉപയോഗിക്കുക? ഒരു റിയാലിറ്റി ഷോയിൽ ഒരു ആങ്കറിങ് നടത്തുന്ന ഒരു പരിപാടി. ഇത് പലരും ചിന്തിക്കുന്നു ക്രൗഡാണ് ദൈവപ്രസാദം, ഉണർവ് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ മതത്തിലല്ല, ഇതരിടങ്ങളിലൊക്കെ പോകുമ്പം ക്രൗഡിൻ്റെ ബേസ് ആണെങ്കിൽ ഒരുപാട് ഒരു സ്വാധീനിക്കുന്ന പല മേഖലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുൻനടന്നവർ, നയിക്കേണ്ടവർ, എവരാണ് ഇവരെ നയിക്കേണ്ടവണ്ണം നയിക്കാതെ, പകരേണ്ടവണ്ണം പകർത്തി കൊടുക്കാതെ ഇവരെ ഈ തരത്തിലൊക്കെയും കൊച്ചു പയ്യന്മാരെ മറ്റുള്ളവരുടെ ചീത്തവിളി കളിപ്പിക്കത്തക്കവണ്ണം ഇടയാക്കി തീർക്കുന്നത്? നമുക്കറിയാം. ബൈബിൾ പറയുന്നു നമ്മൾ ദൈവമനുഷ്യൻ ആകണം. അത് തിരിഞ്ഞു വരുമ്പോഴാണ് മനുഷ്യ ദൈവങ്ങളാകുന്നത്. ഇന്ന് പല കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നതെല്ലാം മനുഷ്യ ദൈവങ്ങൾ പോലെ നിൽക്കുന്നു. അതാണ് പലയിടങ്ങളിലൊക്കെ വടക്ക് എന്നൊക്കെ മീറ്റിംഗ് നടക്കും. പക്ഷേ ഇവിടത്തെ യഥാർത്ഥ ദൈവരാജ്യമാണെങ്കിൽ ഇവിടത്തെ പാസ്റ്റർ പ്രസംഗിക്കണം, അവന്മാരോട് പ്രസംഗിക്കുന്ന സ്ക്രീൻ വെച്ച് ഇവിടെ കാണിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം ആ പരിതാപപരമായ അവസ്ഥ. അവന്മാരുടെ പ്രസംഗം സ്ക്രീൻ വെച്ച് ഇവിടെ. അപ്പോൾ ഇവന്മാരുടെ കാലം കഴിഞ്ഞാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇവരുടെ കാലം കഴിഞ്ഞാൽ ഇതെങ്ങനെ പോകും? പക്ഷേ ഈ ഹാങ് ഓവർ എന്ന് പറഞ്ഞാൽ ഈ DGS ദിനകരനൊക്കെ മരിച്ചു. ആണ്ടവർ ഇറങ്ങുമാണ്ടവർ 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ 5 മണിക്കൂർ അന്യഭാഷ, ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹം പറഞ്ഞു, ജീസസ് കാൾസ് ഈസ് മൈ സ്വെറ്റ് ആൻഡ് ബ്ലഡ്. പക്ഷെ പോൾ ദിനകരൻ എങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷേ അദ്ദേഹം DGS ദിനകരൻ ആത്മാർത്ഥമായിട്ട് ആണ്ടവറെ കണ്ണൊക്കെ ഇങ്ങനെ അതായിരിക്കാം. പക്ഷെ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് മോണോറ്റ് ചെയ്ത് അടുത്ത തലമുറയും ആ ഹാങ് ഓവറിനെ പിടിച്ചു നിർത്തി ബിസിനസ്വൽക്കരിച്ചൊരു സാമ്രാജ്യം പടുത്തു ഉയർത്തുന്നു. പക്ഷേ ഈ അപ്പന്മാർ വില കൊടുത്തു പാസ്റ്റർമാരായി, അടുത്ത തലമുറ മക്കത്തായും മരുമക്കത്തായും കൈമാറി ചില ഘട്ടങ്ങൾ വരെ അത് നിലനിൽക്കാറുണ്ട്. കാരണം ആ അപ്പന്മാരുടെ ഹാങ് ഓവറും അവരുടെ ഇമിറ്റേഷനും അവരുടെ പ്രാർത്ഥനാ ശൈലിയും ആളുസാറുകൾ നമുക്കറിയാം, കണ്ടുപിടിക്കുന്നവർക്ക് അറിയാം, മനസ്സിലായി. എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവർ തന്നെ മനസ്സിലായി. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ആ ദൈവരാജ്യം ഇവിടെ അസ്തമിക്കുകയാണ്. എന്ത് അപജയമാണ് ആത്മീയ ലോകത്ത് ഇവിടെ നടക്കുന്നത്? ഞാൻ പ്രസംഗിക്കാത്ത മറ്റൊരു ഇഷ്യൂ, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. നയിക്കേണ്ടവരും നടത്തേണ്ടവരും ഉരുവാക്കേണ്ടവരും ഒക്കെ വെളിപ്പാട് നഷ്ടപ്പെട്ട് പണം, യേശു, പിശാച്, ഉണർവ്, ആത്മാവിനൊക്കെ ഉൽപ്പന്നങ്ങളാക്കി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കൂട്ടം പേർ പ്ലാറ്റ്ഫോം, മിനിസ്ട്രി പ്ലാറ്റ്ഫോം, അവർ പ്രാർത്ഥിക്കുന്നത് പ്ലാറ്റ്ഫോമിൽ പ്രശോഭിക്കുവാൻ, തിളങ്ങുവാൻ. സാധാരണ റിയാലിറ്റി ഷോ ഒക്കെ നടക്കുമ്പോൾ അവരൊക്കെ ഒരുപാട് പ്രിപ്പയർ ചെയ്തൊക്കെ സ്റ്റേജിൽ വരാറുണ്ട്. അതേപോലെ പ്രിപ്പറേഷൻ, പ്ലാറ്റ്ഫോം വിളങ്ങുവാനാണ്. അവർ ഷൈൻ ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാതെ അപ്പൻ മകൻ നമ്മളുടെ ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഈ പ്ലാറ്റ്ഫോം ഷൈൻ ചെയ്യുന്നവർ, അവരെയാണ് ആത്മീയത ലോകം കാണുന്നത്. പക്ഷേ അവർക്ക് രാവിലെ മീറ്റിംഗ്, ഉച്ചയ്ക്ക് മീറ്റിംഗ്, പാക്ഡ് മീറ്റിംഗ് ആണ് അവർക്കല്ല. അവർക്ക് മീറ്റിംഗ് അല്ലാതെ പുറത്തിരിക്കുന്ന സമയം, ആ സമയത്ത് അവരുടെ പച്ച മനുഷ്യൻ, അവരുടെ ഭാര്യ, അടുത്തിരിക്കുന്ന ഭാര്യ, പിന്നെ മൈക്ക് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവർ, കീബോർഡ് വായിക്കുന്നവർ,
അവരുടെ ഫ്ലൈറ്റിൽ അടുത്തിരിക്കുന്നവർ, അവരുടെ സ്വകാര്യ പിന്നെ മേഖലകൾ, ഫോൺ കോളുകൾ, ഇവിടെയൊക്കെയാണ് അവരുടെ യഥാർത്ഥ വചനം ജഡമാകുന്ന തലം അവിടെയൊക്കെയാണ്. ഇവിടെയൊക്കെ ഇവർ പലരും പരാജിതരാണ്. നമുക്ക് പല അനുഭവങ്ങൾ കാണാൻ പറ്റും. പ്രസംഗമൊക്കെ ഇപ്പം മോഹൻലാല് പ്രസംഗിക്കുന്നു, മോഹൻലാല് അഭിനയിക്കുന്നു, മമ്മൂട്ടി അഭിനയിക്കുന്നു, ദിലീപ് അഭിനയിക്കുന്നു. അതൊരു അഭിനയ ബാധ പോലെ അവരാകുന്നു. അവരല്ലാതിരിക്കുമ്പോൾ ഇവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. മോഹൻലാലൊക്കെ ചില സിനിമ കഴിയുമ്പോൾ ആ സിനിമയുടെ ബാധ കുറെ നാൾ അവരെ പിന്തുടരുമെന്നാണ്, ആ ഹലൂസിനേഷൻ. അതേപോലെ ഒരു ഇതൊക്കെ എല്ലാവരും ഇമോഷണൽ, വൈകാരപരമായ ചില അനുഭവങ്ങൾ. ബൈബിൾ പ്രസംഗിക്കുന്ന സത്യസന്ധപരമായ, ചൂടടയാളമായ, പത്രമായ, വിട്ടുപിരിയാൻ പറ്റാത്ത അവയവങ്ങൾ തമ്മിലുള്ള ജീവനുള്ള ഏകീഭാവ ക്രിസ്തു തലയിൽ തമ്മിലുള്ള ആ ഒരു റിയാലിറ്റി ബന്ധം, ആ ബന്ധത്തിൽ നിന്ന് ഉള്ള ഒരു കൂട്ടം പേർ, ആ ചെറിയാട്ടിൻ കൂട്ടം, ആ സഭ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലായില്ലേ? അന്യപ്പെട്ടിരിക്കുന്നു, എങ്കിലും ഒരു ശേഷിപ്പ് ഇവിടെ ഉണ്ട്. അവർ ഉള്ളത് പ്രസംഗിക്കുന്നു, അവരുടെ ജീവിതത്തിൽ പ്രയോഗമുള്ളത് പ്രസംഗിക്കുന്നു, പ്രാപിച്ചത് പ്രസംഗിക്കുന്നു. അങ്ങനെയുള്ള ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അതില്ലാത്ത മുൻനടന്നവരൊക്കെയും നയിക്കുന്ന ഈ കൊച്ചു പയ്യന്മാരൊക്കെ പലയിടങ്ങളിലും ചീത്ത വിളി കേൾക്കുന്നു. അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഓക്കെ.